ഹലോ, വിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് എനിക്ക് ഒരുപാട് പേരൊന്നൊന്നുമില്ല, ഏകദേശം ഒരു 4-5 പേര് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു ക്ലീനിങ് വീഡിയോ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തലേന്ന് ഞാൻ വിചാരിച്ചത് രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഫുൾ ക്ലീനിങ്, അങ്ങനെ ഫുൾ പണി തീർക്കാം എന്ന് വിചാരിച്ചു തന്നെ. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് അമ്പലത്തിൽ പോവേണ്ട ആവശ്യവും കൂടി വന്നതുകൊണ്ട് അതും ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി താമസിച്ച ഇപ്പോൾ എണ്ണീന്ന കാര്യം, മോന് ചോറെന്ന് പറയുന്നത് തലേന്ന് വേവിക്കുന്നതിനകത്ത് നിന്ന് ഇച്ചിരി വേവിട്ട് ഊറ്റി ഞാൻ മാറ്റി വെക്കും. അന്നേരം അത് കുക്കറിനകത്തൊരു 2 വിസിൽ വെക്കുമ്പോൾ അവൻ അന്ന് കൊടുത്ത് വിടാമല്ലോ, ആ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ പനി വന്നതിന് ശേഷം എനിക്ക് രാവിലെ ഒരു വിധത്തിൽ എണ്ണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എല്ലാ ജോലിയും തീർക്കേണ്ടത് കൊണ്ട് ഞാൻ ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്നത്തെയും കണക്ക് തന്നെ ഇന്ന് ഇഡലിയും സാമ്പാറുമാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിലുണ്ടായ വെള്ളരിക്കയായിരുന്നു. അപ്പോൾ വെള്ളരിക്കയും ഉരുളൻകിഴങ്ങും സവാളയും തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറും വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ ഇഡലി വേവിക്കാനാണ് വെച്ചത്. ഇഡലി വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് സാമ്പാറും കൂടി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാപ്പിയുടെ ഒരു ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ഇതില്ലല്ലോ. അപ്പം എനിക്ക് ഇന്ന് കൂട്ടാൻ വെക്കാനായിട്ട് ഒരുപാടൊന്നുമില്ല. ഇന്ന് മീൻ കൂട്ടാൻ വെച്ചത് ഇരിപ്പുണ്ട്. അതുകൂടാതെ ഇച്ചിരി മീൻ വറുക്കുകയോ അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇത് തീർത്തതിന് ശേഷം ക്ലീനിങ്ങിൻ്റെ പരിപാടി തുടങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് നമുക്ക് കാര്യങ്ങൾ നടത്താം എന്ന് വിചാരിച്ചാണ്. അപ്പം ഞാൻ ആദ്യം കരുതിയത് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ട, ഫുള്ള് ക്ലീനിങ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ കിടക്കട്ടെ, ഫുൾ വ്ളോഗായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ അത്രയും അങ്ങനെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുകയാണേ. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയെന്ന് മാത്രമല്ല, ഒരുപാട് എനിക്ക് പനി വന്ന് വിട്ട് മാറിയിട്ടില്ല. പനി പൂർണ്ണമായും മാറാത്തത് കൊണ്ടും എനിക്കെല്ലാം ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി അന്നേരം കിട്ടിയില്ല. എങ്കിലും ഒരുവിധം ഞാൻ ഒതുക്കാവുന്ന എല്ലാം ഒതുക്കി ഒത്തിരി അങ്ങ് ചെയ്യാവുന്ന പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇനിയും ബാക്കിയുണ്ട്, ഇനിയും ബാക്കി ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ ചെയ്യുമ്പോൾ ഞാനത് വ്ളോഗ് ഇടാം. അപ്പോൾ തൽക്കാലം എനിക്ക് പറ്റുന്നുള്ളായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഞാൻ മാസ്ക് മുഖത്ത് പിന്നെ തുണി കെട്ടി ഞാൻ കുറച്ച് നേരം എല്ലാം ചെയ്തെങ്കിലും എനിക്കത് പറ്റുന്നില്ല. ഞാൻ പിന്നെ തുണി നനച്ച് വെച്ച് നോക്കിയതിനൊക്കെ എനിക്ക് എന്തോ എൻ്റെ മുഖത്ത് എന്തോ കട്ടിക്കൊരു എന്തോ സാധനം ഇരിക്കുന്ന പോലൊരു ഫീലിങ്. അപ്പോൾ എനിക്കത് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഊരിക്കളഞ്ഞ് ഞാൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തുമ്മൽ ഞാൻ ഒത്തിരി പാടുപെട്ട് എങ്കിലും മാസ്ക് വെക്കാത്തതിന് ആളുകൾ കമൻറ്റ് പറയുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്കൊരു വിധത്തിൽ മാസ്ക് ഇട്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ മാസ്ക് ഊരി മാറ്റിയതാണ് കേട്ടോ. തുമ്മുന്നെങ്കിൽ തുമ്മട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒത്തിരി തുമ്മി എനിക്ക് വയ്യാതായി എന്ന്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇഡലി റെഡിയായി വന്നിട്ടുണ്ട്, സാമ്പാർ റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ വറുക്കാനുള്ള മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചാറ്റിക്കൊണ്ടിരിക്കുകയാണത്. എന്തോ ഞാൻ ഐസ് കട്ടിയായിപ്പോയി. അപ്പോൾ പിന്നെ അന്നേരമുള്ള പാത്രങ്ങളെല്ലാം അന്നേരം തന്നെ അങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചു. പെട്ടെന്ന് നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി മാറാം. അപ്പോൾ അടപ്പയിൽ കുക്കറിൽ ഇരിക്കുന്നത് ചോറാണ് കേട്ടോ. ചോറ് മോന് കൊണ്ടുപോകാനുള്ള ചോറാണ് ഞാൻ ആ കുക്കറിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ കുക്കറ് ഇപ്പോഴത്തേനും ഒരുവിധം ഏകദേശം ഒരു 6-6:15 അപ്പോൾ ഇനി അങ്ങോട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം, ഇല്ലയെന്നുണ്ടെങ്കിൽ സമയം പോകും. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വെപ്രാളം പിടിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം പെട്ടെന്ന് തീർത്താലല്ലേ അമ്പലത്തിലും പോകണം. അപ്പോൾ തീർത്താലല്ലേ നമുക്ക് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കാരണം പെട്ടെന്നാണ് ഞാൻ ജോലികളെല്ലാം ചെയ്യുന്നത്.
അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ആ സിങ്കും എല്ലാം ഒന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകി. എൻ്റെ ഒരു ക്ലീനിങ് വീഡിയോയിൽ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് ഫുൾ ഇട്ടിരുന്നത്. അപ്പോൾ അന്നേ എല്ലാവരും പറഞ്ഞു ചേച്ചി സ്പീഡ് കൂട്ടിയിടല്ലേ കുറച്ചിടേന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫുള്ള് സ്പീഡ് കുറച്ചായിട്ടേക്കുന്നത്. വലിയതായിട്ട് സ്പീഡ് കൂട്ടിയിട്ടില്ല, ചെറിയ തോതിൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ അടുക്കളയിൽ ഒരുവിധം സെറ്റായി. മീൻ വറുക്കാനുള്ള മീൻ റെഡി ആയില്ല. അപ്പോൾ ഐസ് കട്ടയായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഐറ്റംസ് എല്ലാം ഉരുക്കഴുകുക എന്നതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കർട്ടനെല്ലാം ഒന്ന് ഉരുക്കഴുകാമെന്ന് വിചാരിച്ചു. കഴുകാനല്ല, സോപ്പ് പൊടിയിൽ മുക്കി വെക്കാം, നമുക്ക് വെച്ചിട്ട് പതുക്കെ കഴുകിയിടാം. അപ്പോഴത്തേനും മീൻ വറുത്തതിന് ശേഷം കഴുകിയിടാമല്ലോ. അപ്പോൾ പിള്ളേർ രണ്ടുപേരും എണ്ണീറ്റില്ല, രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പോൾ കർട്ടൻ അയക്കാം എന്ന് വിചാരിച്ച് നേരത്തെ ഞാൻ വന്നതിനകത്ത് കയറി. സത്യം പറയില്ല, നമ്മൾ എന്നും കർട്ടൻ നൂത്തിടുകയും പിടിച്ചിടുകയും എല്ലാം ചെയ്യുന്നെങ്കിലും നമ്മൾ കർട്ടനകത്തുള്ള ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സത്യത്തിൽ ഈ കർട്ടനകത്ത് ആ കമ്പിയോടുള്ള ആ ഭാഗത്ത് വലയുണ്ട്, നല്ല രീതിയിൽ വലയുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാനിത് കാണിക്കുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനകത്ത് വലയുണ്ടായിരുന്നു, വലയും നല്ല രീതിയിൽ പൊടിയും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇച്ചിരി നല്ല ജോലിയായിപ്പോയി അത് കഴിവുന്നത്. അത് നമ്മൾ ആ വല പോകണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഉരച്ച് കഴിയാലേ അത് പോകത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നനഞ്ഞാലും അങ്ങനെ തന്നെ അതിനകത്ത് ഒട്ടിയിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ സോപ്പ് പൊടി കുറച്ച് തോനെ സോപ്പ് പൊടിക്കകത്തിട്ട് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിവിടാൻ നേരം ഇതിനകത്ത് 2-3 സ്ക്രൂ ഉണ്ട്, 2 സ്ക്രൂ ഉണ്ട്, ഒരു ഭാഗത്ത് തന്നെ ഊരാൻ. അപ്പോൾ ആ സ്ക്രൂ എല്ലാം ഊരി മാറ്റി നമുക്ക് കർട്ടൻ ഊരിയിടാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ആ ഭാഗം വന്നപ്പോൾ ഇച്ചിരി പാടായിരുന്നു. അവിടെ അലമാര ഇരിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ ഇച്ചിരി പാടായിരുന്നു ഊരിയെടുക്കാൻ. ബാക്കിയുള്ളവിടെ എല്ലാം എളുപ്പത്തിൽ തന്നെ നടന്നു, പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റി. അപ്പം ഞാൻ ഇന്ന് ബെഡ്ഷീറ്റൊന്നും കഴുകുന്നില്ല. കാര്യം 2 ദിവസം കൂടി കഴിയുമ്പോൾ എനിക്ക് ആ ബെഡ്ഷീറ്റ് കഴുകണം, എനിക്ക് കഴിവേ പറ്റും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, 2 ദിവസം കൂടി അത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും 1-ാം തീയതിയുടെ തലേന്ന് നമ്മൾ എന്തായാലും എല്ലാം വാരിയിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് കഴുകിയിടാം. അതിനകത്ത് അതിന് വേണ്ടി ആയിട്ടില്ല. കണ്ടോ ആ വലയെല്ലാം അതിനകത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ അതേപോലെ വലയുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ നിങ്ങളാരും കാണാത്ത ഒരു ബെഡ്റൂം ഇതാണ്. ഇത് എൻ്റെ അമ്മായിയപ്പൻ്റെയും ബെഡ്റൂമാണിത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കർട്ടൻ റെഡ് കളർ കർട്ടനായിരുന്നു ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ ആ കർട്ടനും കൂടി ഇത് പാല് കാച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുറിയിലെ കർട്ടൻ ഞാൻ 2-3 വട്ടം കഴുകിയിട്ടുണ്ട് പിന്നെ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇത് വന്നില്ല. ഇത് ഞാൻ ഒരു വട്ടം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം ഞാൻ ഇത് കഴുകിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ഊരിയങ്ങ് കഴുകിയിട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് കഴുകുക, അല്ലെങ്കിൽ പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി അങ്ങ് ഊരാന്ന്. ഇത് ഇച്ചിരി വലിയ ഹൈറ്റിലുള്ള കർട്ടനായത് ഈ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത്. ആ ഫ്രണ്ടിലത്തെ ജനൽ എന്ന് പറയുന്നത് നല്ല ഹൈറ്റുള്ള ജനൽ, അതുകൊണ്ട് നല്ല ഹൈറ്റിൽ ഇട്ടേക്കുന്ന കർട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ഊരി നമുക്ക് കഴുകാനായിട്ടിടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെറ്റിയിലെ സോഫയിലെ ആ തുണിയും കൂടി അതേപോലെ എടുത്തങ്ങ് കഴുകുക. അതും അതിന് വേണ്ടി വലിയ പാടൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ വലിയ പാടൊന്നുമില്ലാതെ. അപ്പോൾ TV-യുടെ അടിയിൽ ഞാനൊരു പഴയൊരു ബെഡ്ഷീറ്റ് നൂത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ അങ്ങ് കഴുകിയിടാം. പിന്നെ വേറെ പരിപാടി അതിനകത്ത് കഴുകുന്ന പരിപാടികളൊന്നുമില്ല. ഇത്രയും സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ നമുക്കിപ്പോൾ അത്യാവശ്യം കഴുകാനുള്ളത്. പിന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന ഹാളിലും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തും കിടക്കുന്ന കർട്ടൻ എന്ന് പറയുന്നത് മറ്റേ ടൈപ്പ് കർട്ടനാണ്. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഞാൻ ഈ കൂട്ടത്തിൽ തുടച്ചിട്ടില്ല കേട്ടോ. ഞാനത് 1-ാം തീയതിക്ക് തലേന്നൊന്ന് ആക്കാമെന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചവിട്ടികൾ മൊത്തം ഒന്ന് കഴുകിയിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഇത്രയും 4 ബക്കറ്റ് നിറച്ച് തുണികളുണ്ട് കഴുകാൻ. അതുകൂടാതെ ഞങ്ങൾ ഇട്ടിരുന്ന തുണികളുണ്ടല്ലോ, കഴുകാനുള്ള തുണികളും അതുമുണ്ട്. അപ്പം 4 ബക്കറ്റ് നിറച്ച് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിത്രയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിത്രയും കുതിർത്ത് വെച്ച സമയം കൊണ്ട് മീൻ ഐസ് വിട്ട് മാറി വന്നപ്പോൾ ഞാൻ പിന്നെ മീൻ മസാലയെല്ലാം ചേർത്ത്
അതങ്ങ് വറുക്കാമെന്ന് വിചാരിച്ചു. വറുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങ് വെളിയിൽ ഇറങ്ങാമെങ്കിൽ കഴിവെന്നത് ഇച്ചിരി താമസം എടുക്കുമല്ലോ, അത്രയും തുണിയുണ്ടല്ലോ. അപ്പോൾ അത്രയും കഴിവ് വരുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ അതെല്ലാം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെയ്തിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ വന്ന് അവൻ്റെ പാത്രങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ ഉള്ളൂ. അപ്പം അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിള്ളേരുടെ പാത്രങ്ങൾ സെറ്റ് ചെയ്തു ആഹാരമൊക്കെ എടുത്ത് വെക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനങ്ങനെ അതെടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണോ എന്തോ, എടുത്തിട്ടില്ല. കാര്യം അത് അതിന് മുമ്പ് ഞാൻ തുണി കഴുകിയിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ അതവും ബോധവും വന്നു. അതേപോലെ എനിക്ക് ഇതായിരുന്നു. അപ്പോൾ നടുവേദനയും അങ്ങനെ ഭയങ്കരം. അപ്പം പിന്നെ ഇഡലി എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ അരിയും കൂടി അങ്ങ് അടപ്പയിലിടാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും അവിടെ കിടന്ന് അരിയും കൂടി ഒന്ന് വേവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അരിയും കൂടി നമുക്കങ്ങ് കഴുകി അടപ്പയിലോട്ടാക്കാം. പിന്നെ അതിന് ശേഷം 2-3 ഇഡലി എടുത്ത് പാത്രത്തിലാക്കി. ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ഒരു അമ്മയുണ്ട്, അവർ സുഖമില്ലാതെ കിടക്കുക. അപ്പോൾ അവിടെ വെച്ച് കൊടുക്കാനും എടുക്കാനും ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി ആഹാരം ഞാൻ കൊണ്ട് കൊടുക്കും. നമുക്ക് പോയി തുണി കഴുകിയിട്ടൊന്ന് ആക്കി. പിന്നെ പെട്ടെന്ന് പോയ തുണിയെല്ലാം കഴുകിയിട്ട് കണ്ടോ, നിറച്ചത് ആ മേളിലത്തെ അശം മൊത്തവും നിറയെ തുണിയാണ്. അത്രയും കഴിവ് വന്നപ്പോഴത്തേക്ക് എനിക്ക് വിശന്ന് പോയി. ഞാൻ അന്നേരം കഴിച്ചതിന് ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോകേണ്ടുന്നതല്ലേ, അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം. തുണിയൊക്കെ കഴുകി ഒന്ന് ഇഡലിയും സാമ്പാറും കഴിച്ചു. ഇനി ഇപ്പം സമയം 8:30 ഇനി ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാനുള്ള നോക്കട്ടെ. അരി അടപ്പേ കിടക്കുക. പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും ആവും. അവൻ തന്നെയും കണ്ടല്ലോ വാഗ്മനോ വിഷയമല്ലാതെ ഭവദ്രോഹം കാണാനോ അവകാശം വന്നതോ മഹാഭാഗ്യം. തൃക്കഴണകൂത്തി. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് തന്നെ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. സിറ്റ് ഔട്ടിൽ നമ്മൾ ഈ സ്ഥിരം അടിച്ച് തൂത്ത് നമ്മൾ സ്ഥിരം തൂക്കുന്നതുകൊണ്ട് വലിയ പൊഹേറയോ കാര്യങ്ങളോ ഒന്നും, ചിലന്തി വലകളോ ഇവിടെ പൊഹേറയെന്ന് പറയും, അതുകൊണ്ടാണ് ചിലന്തി വലകളോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. നമ്മളെന്നും അടിച്ച് തൂത്തിട്ടാണല്ലോ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കണ്ടാലും ഞാൻ പെട്ടെന്ന് തന്നെ അത് തൂത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പാട്. സത്യം പറഞ്ഞാൽ ഈ സാധനം ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഈ സിറ്റ് ഔട്ടിലും അതേപോലെ എൻ്റെ മറ്റേ ബെഡ്റൂമിൽ, അതായത് ഞങ്ങളുടെ അമ്മായിപ്പനും അമ്മായിമ്മയും കിടക്കുന്ന ആ ബെഡ്റൂമിൽ മാത്രമേ ഞാനത് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവിടെ ഒന്നും അടിക്കാനും വേണ്ടിയുള്ള ഒരു ഇതില്ല. ഞങ്ങളുടെ ബെഡ്റൂമിലും ജസ്റ്റ് എങ്കിലും ഞാനൊന്ന് അടിച്ചിട്ടുണ്ട്. എങ്കിലും വലുതായിട്ടൊന്നും അടിച്ചു തൂക്കാനുള്ള ഒരു വലകളൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ആ ഫാനും ഒന്ന് തുടച്ചിട്ട്, നമ്മുടെ സിറ്റ് ഔട്ടിൽ കിടക്കുന്ന ഫാൻ എന്ന് പറയുന്നത് പെട്ടെന്ന് പൊടിയടിക്കുമല്ലോ. അപ്പോൾ അത് കാരണം അവിടെ ഒന്ന് തുടച്ചു. അത് ജസ്റ്റ് ഒന്ന് തുടച്ചതേ ഉള്ളൂ. അവിടെ വലിയ പരിയൊന്നുമില്ല. പിന്നെ ഉള്ള ജോലി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു ജനാലകളിലെല്ലാം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. പൊടി മാത്രമല്ല, ആ തുറക്കുന്നതിൻ്റെ ആ മൂല ജോയിൻ്റ് വരുന്ന ഭാഗമല്ലേ, അവിടെ എല്ലാം വല കെട്ടിയതല്ല, ഒരുമാതിരി ഒരു ഭയങ്കര കട്ടിക്ക് വല ഇരിക്കുന്നു. ആ ടൈപ്പ് വലയുണ്ടല്ലോ, നമ്മൾ എന്തായാലും പറയുന്നത്, ഇച്ചിരി കട്ടിക്ക് സംഭവം ഇരിക്കുമല്ലോ, നമ്മുടെ ചിലന്തി അതിനകത്ത് ചിലന്തി മുട്ടയിട്ട് വെക്കുന്ന അങ്ങനെ ആ സംഭവം. അത് അല്ല, പ്രസവിച്ച് അതിനകത്ത് കുഞ്ഞുങ്ങളെ അതിനകത്തിട്ട് അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനെ കട്ടിക്ക് നല്ല രീതിയിൽ ചിലന്തിയിലെ ആ വല ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തുറക്കുന്ന ഭാഗത്തായതുകൊണ്ട് നമ്മളത്തവണ ശ്രദ്ധിക്കത്തില്ല. ഈ ജനലുകളൊന്നും ഞാൻ അങ്ങനെ തുറക്കാറില്ല, വലുതായിട്ടൊന്നും തുറന്നിടാറില്ല. വല്ലപ്പോഴും എങ്ങാണോ ഒന്ന് തുറക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജനാലകളിലെല്ലാം നല്ല രീതിയിൽ പൊടിയും വലകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ കട്ടിക്ക് തന്നെ കുറച്ച് നേരം നിന്ന് തന്നെ അങ്ങ് വൃത്തിയാക്കാൻ തുടങ്ങി. ഈ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 മണി ആവാറായി. ആ ഒരു ടൈമാണ് ഈ ക്ലീനിങ് ഞാൻ തുടങ്ങുന്നത്. ഒരു 11:30-12 മണിക്കകത്താണ് ഞാൻ ക്ലീനിങ് തുടങ്ങുന്നത്. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജനാലകളെല്ലാം ഫുൾ ജനാലകൾ കംപ്ലീറ്റ് ഞാൻ അടിപൊളിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്.
ഞാൻ ഫുള്ള് ജനാലകൾ തുടക്കുന്നത് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തായിരുന്നു. ഞാൻ ഹാളിൽ ഈ സിറ്റ് ഔട്ടിലെ ഈ ജനാല കഴിഞ്ഞ് പിന്നെ ഹാളിലെ ആ ഒരു ജനാല വെളിയിൽ കൂടെ തുടയ്ക്കുന്നതും ഇത് ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ബാക്കി പിന്നെ അപ്പുറത്ത് തുടയ്ക്കുന്നത് ഞാൻ വീഡിയോ മൊബൈൽ വെച്ച് സ്റ്റാൻഡും കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നു ഞാനത് തുടച്ച് എടുത്തതാണ്. എന്നിട്ട് അത് മതി, പിന്നെ അപ്പുറത്തോട്ടുള്ളതൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്ന് മൊബൈൽ കുത്തിയിടുകയും ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് മൊബൈൽ ഒന്ന് വീഡിയോ ഓണാക്കി കാണത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്തോ പറ്റി, വല്ല കോള് വന്ന് കട്ടായതാണോ എന്തോ എനിക്കറിയില്ല, എന്തോ പറ്റി അതൊന്നും വീഡിയോയിലായിട്ടില്ല. അത് കാരണം ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ടിടാം എന്ന് വിചാരിച്ചു. ഞാനത് അന്നേരം കണ്ടില്ല, ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ആ വീഡിയോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. എന്തോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവിടെ കൊണ്ട് വെച്ചിരുന്നു സംഭവം. ഇത് ആവാൻ വേണ്ടി ഞാൻ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നു, പക്ഷെ അതായില്ല. എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. പോട്ടെ. അപ്പോൾ ജനാലകളെല്ലാം ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ തോനെ നേരം നിന്ന് തന്നെ ഞാൻ ക്ലീൻ ചെയ്തത് കേട്ടോ. ഇവിടെ ഇപ്പോൾ എരപ്പ് കേൾക്കുന്നുണ്ടായിരിക്കും, വെളിയിൽ നല്ല ഗംഭീര മഴ നടക്കുക. ഇന്ന് ഫുള്ള് മഴയായിരുന്നു. ഇന്ന് ഞാൻ ആ ബെഡ്ഷീറ്റ് കഴുകിയില്ല എന്ന് പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ കഴുകിയിട്ടു ബെഡ്ഷീറ്റ്. അതൊന്നും ഇതുവരെ ഉണങ്ങിയിട്ട് പോലുമില്ല. എല്ലാം നല്ല ഗംഭീര മഴയായതുകൊണ്ട് തന്നെ ഒന്നും കഴുകിയിട്ടിട്ട് ഉണങ്ങുന്നില്ല. അതുകൊണ്ട് അവിടെ കിടക്കട്ടെ. ജനാല ഇവിടെ ഫ്രണ്ടിലത്തെ ജനാല മൊത്തവും നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ആ കതക് ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അവിടെയും ഫ്രണ്ടിലത്തെ ഡോറിലൊന്നും വലിയ വലയോ ഒന്നുമില്ലായിരുന്നു. പിന്നെ എന്നാലും ഞങ്ങളുടെ പാല് കാച്ചിന് 4 സൈഡിലും ചന്ദനം പൂശിയിട്ടുണ്ടായിരുന്നു ആ കതകിൽ. അത് ഞാൻ തുടയ്ക്കുമ്പോൾ ആ ചന്ദനം പോവാത്ത രീതിയിലേ ഞാൻ തുടയ്ക്കത്തുള്ളൂ. ഞാൻ ആ ചന്ദനം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തോന്നി. പക്ഷേ ഇന്ന് ഞാനത് കുറച്ചൊക്കെ ഞാനങ്ങ് തുടച്ച് കളഞ്ഞു. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചതിന് ശേഷം നേരെ അങ്ങ് വെളിയിലിറങ്ങിയിട്ട് പിന്നെ ഹാളിലെ ആ ഒരു ജനലും കൂടി അങ്ങ് വൃത്തിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് എത്തുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഏന്തി വലിഞ്ഞുമൊക്കെ. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ മാസ്ക് ഊരുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് ഞാൻ മാസ്ക് ഊരുന്നുണ്ട്. കാര്യം എനിക്ക് മാസ്ക് ഇട്ടുകൊണ്ട് ചെയ്യാനൊരു പൊടി എനിക്ക് പറ്റുന്നില്ല. കാര്യം എനിക്ക് എന്തോ ഒരു ഈ തുണി എന്ന് പറയുന്നത് ഞാനത് അപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഞാനത് നനച്ചും വെച്ച് നോക്കി. പക്ഷേ എനിക്ക് എന്തോ എൻ്റെ മുഖത്ത് ഏതാണ്ട് വല്ല കട്ടിക്ക് ഏതാണ്ട് സാധനം ഇരിക്കുന്നു. എൻ്റെ മൂക്ക് ചൊറിയുന്ന പോലെ തോന്നുന്നു, മുഖം ചൊറിയുന്ന പോലെ തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്നു. കാര്യം നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മാസ്ക് ഒന്നും വെച്ചല്ല അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം പിന്നെ ഞാനതങ്ങ് ഊരി മാറ്റി കേട്ടോ. ഊരി മാറ്റിയതിന് വേണ്ടി ഞാൻ ഒത്തിരി തുമ്മിയെന്ന് മാത്രമല്ല, എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എങ്കിലും ഞാൻ ഒരുവിധം ഫുള്ള് തീർത്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. എന്നാലും ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീൻ ആക്കിയില്ല. ജനലുകളും ഹാളും ഡൈനിങ് റൂമും ഫുള്ള് ഞാൻ ഡീപ്പ് ക്ലീനിങ്, അതേപോലെ അപ്പുറത്തെ ബെഡ്റൂമും അതും ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നല്ലതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ ബെഡ്റൂം, ഞാൻ കിടക്കുന്ന ബെഡ്റൂം, അടുക്കള, ഇത് രണ്ടും ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വ്ളോഗായിട്ടോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതിത്രയും ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഈ ദിവസം ചെയ്തില്ല, കാര്യം എനിക്ക് വയ്യാതായിരുന്നു. പിന്നെ 2 ദിവസത്തേക്ക് എനിക്ക് പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നവരെ ഞാൻ ബെഡ്റൂമും അടുക്കളയും വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ജനലുകൾ മൊത്തവും കൂടി നമുക്കതൊന്ന് ഇവിടെ നല്ല രീതിയിൽ ജനാലകളിലെല്ലാം നല്ല രീതിയിൽ പൊടി വന്നിരുന്നു. കാര്യം ഞങ്ങളുടെ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് നല്ല പൊക്കത്തിൽ നിന്നതാണ്. ഞങ്ങളുടെ പഴയ വീടെന്ന് പറയുന്നത് ഭയങ്കര പൊക്കത്തിൽ നിന്നതാണ്. അപ്പോൾ അത്രയും മണ്ണെടുത്തിട്ടാണ് ഞങ്ങൾ വീട് വെച്ചത്. അപ്പം അന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ ആ വീട് വെക്കുന്ന അത്രയും പോർഷൻസ് മാത്രമേ ഞങ്ങൾ അന്ന് എടുത്തോളായിരുന്നു. ബാക്കി ഈ ഇടയ്ക്കാണ് മണ്ണെടുപ്പ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ മണ്ണെടുപ്പ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ ഞാനത് കാണിക്കാമായിരുന്നു മണ്ണെടുക്കുന്നതൊക്കെ. അപ്പം ആ സൈഡ് ഫുള്ളും അതേപോലെ ബാക്ക് സൈഡ് ഫുള്ളും മണ്ണെടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു നിരപ്പാക്കി. അപ്പോൾ അത്രയും മണ്ണെടുത്തപ്പോൾ ഉള്ള ആ മണ്ണ് മൊത്തവും ഈ ജനാലകളിലെല്ലാം തെറിച്ച് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ തുടച്ചിട്ടേ ഇല്ല.
കാര്യം ഇങ്ങനെ ഇടവിട്ടാണ് അവർ മണ്ണെടുക്കാൻ വരുന്നത്. അപ്പം നമ്മൾ പഞ്ചായത്തിൽ നിന്നും എല്ലായിടത്തും നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്ത് അവിടുന്ന് പാസ്സൊക്കെ തരുന്ന രീതിയിലാണല്ലോ നമുക്ക് മണ്ണെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ വന്നവർ എടുക്കുമ്പോൾ പിന്നെ ഞാനത് വൃത്തിയാക്കി കഴിയുമ്പോൾ പിന്നെയും അവരത് കഴിഞ്ഞിട്ട് ഒരാഴ്ച 1 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെയും വരും. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അവർ വന്ന് തീർത്ത് മണ്ണെല്ലാം എടുത്ത് തീർത്ത് അവിടുത്തെ എല്ലാം ക്ലിയർ ചെയ്തിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കാര്യം ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് വയ്യാതായി, പിന്നെയും ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ആ ഗ്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. കുറച്ച് സമയം എടുത്തു. ഞാൻ ആ ഗ്ലാസ് ജനലുകൾ ഫുള്ള് ക്ലീൻ ചെയ്യാൻ നല്ല രീതിയിൽ സമയമെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 12 മണിക്ക് തുടങ്ങിയത് 2:30യോടെയാണ് ഞാൻ ജനാലകൾ മൊത്തവും ക്ലീൻ ചെയ്ത് കയറുന്നത്. 2:30 കഴിഞ്ഞു, 2:45 ആയി. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇളയവൻ വന്നു. 3:15 അവൻ വരും. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും അയാളും വന്നു. അപ്പോൾ അത് കാരണം അത്ര സമയമെടുത്തു. അതേപോലെ നല്ല രീതിയിൽ ഗ്ലാസ്സിൽ പൊടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്രയും ജനാലകൾ മൊത്തവും ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 2:45 ആയി. സമയം ഞാനിപ്പോൾ ഓർക്കുന്നില്ല, എങ്കിലും അത്രയോളം ആയി. കാര്യം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുന്ന് ഞാൻ ഇറങ്ങി മറ്റേ ബെഡ്റൂം കയറി പകുതി ആയപ്പോഴത്തേക്കും എൻ്റെ ഇളയവൻ വന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ജനാലയാണ്. ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ ജനാലയാണ്. ഇതിനകത്ത് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. മയിലും അതേപോലെ ആലിലയും അതിനകത്തൊരു ഓടക്കുഴലും അങ്ങനെയൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ പക്ഷെ അത് തോനെ നാൾ നിൽക്കത്തൊന്നുമില്ല. കാര്യം നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ തോനെ നാൾ നിൽക്കത്തൊന്നുമില്ല, മൊത്തം മങ്ങിപ്പോത്തേ ഉള്ളൂ. എങ്കിലും അവിടെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നു. കാര്യം ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ജനാല തുറക്കത്തേ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൊടി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തവും ഇത്രയും തുടച്ചെടുക്കാൻ തന്നെ ഒരു സമയം എടുത്തു. അതേപോലെ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതിത്രയും തുടച്ചതിന് ശേഷം നേരെ ഞാൻ പിന്നെ മറ്റേ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. ആ ബെഡ്റൂമിലും അതേപോലെ നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ അതും വന്നുപോയി ആ ഒരു മുറി തുടച്ചെടുത്ത് ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും. അപ്പം ഞാൻ ആദ്യം എല്ലാം അടിച്ച് തൂത്ത് വാരിയിടും. അത് കഴിഞ്ഞിട്ട് പിള്ളേരെ 2പേരെയും ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വന്നേ ഞാൻ തുടച്ചുള്ളൂ കേട്ടോ. ഞാൻ അത്രയും സമയം പിന്നെ അതിനൊരു റെസ്റ്റ് കൊടുത്തു. പിള്ളേരെ കൊണ്ടാക്കുന്ന ഒരു ടൈം ഞാൻ റെസ്റ്റ് കൊടുത്തു. ഞാൻ ഇരുന്നെന്നല്ല, ആ സമയം കൊണ്ടാണ് ഞാനിത് തൂത്ത് തീർത്തത് മൊത്തം. എന്നിട്ട് കൊച്ചുങ്ങളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് തുടയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ സമയത്ത് മഴ പെയ്തിരുന്നു. എന്നാലും ആ മഴയത്ത് അവിടെ ഇങ്ങനെ അത്രയും വെള്ളം വീഴത്തില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നങ്ങ് ചെയ്തു. അപ്പോൾ അവിടെ 3 ചാക്കിരിക്കുന്നത് വിറകാണ് കേട്ടോ. വിറക് കീറി എൻ്റെ അച്ഛൻ, ഇവിടെ വിറക് കുറവായതുകൊണ്ട് അച്ഛൻ വിറക് കീറി കൊണ്ടുവന്ന് ചാക്കിനകത്താക്കി കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഉണങ്ങാനുണ്ട്. ഈ മഴയത്ത് വെയിലത്തിടാൻ പറ്റാത്തത് കൊണ്ട് അതേപോലെ തന്നെ അവിടെ അങ്ങ് വെച്ചതാണ്. ഇനിയിപ്പം മഴ തോരുമ്പോൾ മേളിൽ കയറ്റി അത് ഉണക്കിയെടുക്കണം. അപ്പോൾ അതിനകത്ത് കയറി നിന്നാണ് ഈ ജനാലകൾ മൊത്തം തുടയ്ക്കുന്നത്, അല്ലാതെ വഴിയില്ലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4-5 ബക്കറ്റ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വെള്ളത്തിനകത്ത് കർപ്പൂരവും അതേപോലെ ലോഷനും ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും തുടയ്ക്കുന്നത്. കർപ്പൂരം ഇടുന്നതെന്ന് പറയുന്നത് ഈ പല്ലി ചിലന്തിയുടെയൊക്കെ ഒരു ശല്യം മാറാൻ വേണ്ടിയാണ് അതിനകത്ത് ഞാൻ കർപ്പൂരം ഇട്ടത്. മാറുമോ എന്തോ എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് കർപ്പൂരം പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇത്രയൊന്ന് തുടച്ചെടുക്കാം.
അപ്പോൾ ബെഡ്റൂം ക്ലീൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ ഹാളിലേക്ക് പോയി ഹാളിലെ ആ സെറ്റി എല്ലാം ഒന്ന് മാറ്റി. അതിൻ്റെ ഇടയ്ക്കൊന്നും അതിന് വേണ്ടി പൊടിയൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഒത്തിരി പേപ്പറുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവന്മാർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്നതൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അല്ലാതെ വലിയ രീതിയിലുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ സ്ഥിരം തൂക്കുന്നതായതുകൊണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മൂത്ത മോൻ വന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് അരി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൊണ്ടാണ് വന്നത്. അത് പിന്നെ പോയി മേടിച്ച് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹാളും കൂടി വൃത്തിയാക്കാം. അപ്പോൾ അങ്ങനെ കൈവിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നത് ഉണ്ണിക്കുട്ടനോട് കുളിക്കാൻ പറയുകയാണ് കേട്ടോ. ട്യൂഷന് പോകാനുള്ള സമയമായി വരുന്നു. അതിനകത്ത് വെച്ച് ഉണ്ണിക്കുട്ടൻ വിച്ച് വരുമ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ റെഡിയായി നിൽക്കുക, അത് അങ്ങനെയാണ് പതിവ്. അപ്പോൾ അയാളോട് കുളിക്കാനായിട്ട് ഞാൻ കിടന്ന് അലയ്ക്കുന്ന അലപ്പാണ് ആ കേൾക്കുന്നത്. അപ്പോൾ അവനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഹാളെല്ലാം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിറങ്ങിയത്. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മടിച്ചു പോകും. ഇനിയിപ്പോൾ പോയിട്ട് ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി സമയം കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് തൂത്തിടാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി അങ്ങ് കുളിപ്പിച്ചേനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയി നോക്കുന്നുണ്ടോ കുളിക്കുന്നുണ്ടോ എന്ന് ഞാൻ പോയി നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്ന് ആ സെറ്റിയുടെ ആ
മുകൾ ഭാഗം ആ കറുത്ത ഭാഗം അവിടെയെല്ലാം ഈ വലയെങ്ങാണം കെട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പൊടി വീണിട്ടുണ്ടെങ്കിലോ നമുക്ക് ഒന്ന് ചെറിയ നനഞ്ഞ തുണിയും കൊണ്ടൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ മറ്റേ കവർ ഇടുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും പൊടിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ പൊടിയെല്ലാം ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ആ കോർണറിൽ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ എന്താ പറയുന്നതിൻ്റെ പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് ഒന്ന് പൊടിയെങ്ങാണമൊക്കെ ഉണ്ടെങ്കിൽ, പൊടി ഉണ്ടായിരുന്നു, അതിനകത്ത് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആകെ 2 ഇങ്ങനെയുള്ള ചെടി എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള 2 ചെടികളെ വെച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റെയറിൻ്റെ അവിടെയും ഒന്ന് ഈ സോഫ കോർണറിൽ. ഇപ്പോൾ സ്റ്റെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, സ്റ്റെയറിൻ്റെ അവിടെ തൂക്കുകയും തുടക്കുകയും എല്ലാം ചെയ്തു. അതും വീഡിയോ ക്ലിപ്പിനകത്ത് വന്നിട്ടില്ല. അതെന്താണ്, ഞാൻ എടുക്കാൻ മറന്നെയാണെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ഞാനത് ക്യാമറ ആ സമയത്ത് തിരിച്ച് വെച്ചില്ലായിരുന്നു. എന്തോ അബദ്ധം പറ്റിയതാ. മൊത്തവും കളിപ്പീര് പരിപാടിയായിപ്പോയി കേട്ടോ. ഫുള്ള് ക്യാമറ അങ്ങോട്ട് വെക്കുന്ന പരിപാടി, ഇങ്ങോട്ട് വെക്കുന്ന പരിപാടി, അത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ക്യാമറ സെറ്റ് ചെയ്യുന്നതും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതും ഒക്കെ ഭയങ്കര പണിയുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഫോഴ്സിൽ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ക്യാമറയിൽ ഓണാണോ ക്യാമറ ഇങ്ങോട്ടാണോ വെച്ചേക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ വരത്തില്ല. കാര്യം പണ്ട് തൊട്ടേ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളത് ഓർത്ത് ചെയ്യും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോയതാണ്. അപ്പോൾ അതാണ്ട് വിച്ചു വന്നപ്പോൾ അരിയും കൊണ്ടുവന്നു. അപ്പോൾ അത് മേടിച്ച് ഞാൻ അങ്ങ് അകത്തോട്ട് വെച്ചിട്ട് പിന്നെ അവരെ വിച്ചുവിനെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ഇനിയൊരു 100 വട്ടമെങ്കിലും ഞാൻ വിളിക്കണം, കുളിയടാന്നൊരു 100 വട്ടമെങ്കിലും വിളിക്കണം, എന്നാലേ രണ്ടും ഒന്ന് കുളിച്ച് വരുത്തുള്ളൂ. അപ്പോൾ ന്യായം അടിച്ചുകൊണ്ട് അതാണ്ട് 2 പേരും കൂടി കണ്ടോ ന്യായം അടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഞാൻ ഓട്ടിക്കണം. അപ്പോൾ ഒരു ചാമ്പയ്ക്ക കൊണ്ടുവന്ന് കൊടുത്ത് ആ ചാമ്പയ്ക്കയിൽ ചെറിയതാണ് എനിക്ക് തന്നേന്നുള്ള പരാതികളാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് പറയുന്നത്. അത് പൊട്ടിയത് നോക്കി എനിക്ക് തന്നു എന്നാണ് പറയുന്നത്. ആ സംഭവം എന്ന് പറയുന്ന മരത്തിൽ നിന്നത് ഞാൻ അടിച്ചിട്ടതാണ്. അപ്പോൾ അടിച്ചിട്ടപ്പോൾ അത് തറയിൽ വീണപ്പോൾ പൊട്ടിയതാണ്. പക്ഷെ ഇയാൾ വിചാരിച്ചു പൊട്ടിയത് മനഃപൂർവ്വം പൊട്ടിയത് കൊടുത്തതാണ്. അതിന് വന്ന് എന്നോട് പരാതി പറഞ്ഞതാണ്. അപ്പം ഞാനത് അങ്ങനെ അല്ലാന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വിച്ചുവിൻ്റെ അടുത്ത് കുളിക്കാൻ പോയി. വഴക്കിട്ട് കുളിക്കാൻ പറഞ്ഞ് വിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കി തൂത്തുവാരിയിട്ടു. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഫാനെല്ലാം കൂടെ തുടയ്ക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവിടെ എല്ലാമൊക്കെ ഒന്ന് ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബാക്കി നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഏരിയയിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. വലിയ പ്രശ്നങ്ങൾ നല്ല വലിയ രീതിയിൽ പൊടിയൊന്നുമില്ല. പിന്നെ തറയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തെറിച്ച് വീഴുന്ന പൊടികൾ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ സ്ഥിരം ചെയ്യാത്തടുത്താണ് ഇത്രയും ഇത് വന്നത്. അത് ഞാൻ ജനാലകൾ നമ്മൾ സ്ഥിരം തുടക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് അത്രയും പാട് വന്നത്. അതേപോലെ ഈ ബെഡ്റൂം അത് ഞാനങ്ങനെ കൈകാര്യം ചെയ്യാറില്ല. അത് അവർ തന്നെ അങ്ങ് തൂക്കിയ വാരിയൊക്കെ ചെയ്തോളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കൈകാര്യം ചെയ്യത്തില്ല. പക്ഷേ അവർ തൂക്കുന്നതിലും ആ ഒരു 2 കട്ടിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു നടുക്ക് അത്ര ഭാഗം മാത്രമേ അവർ തൂക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് അതിൻ്റെ കീഴിലായാലും ശരി, മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും തൂക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോഴാണ് അത് അറിയുന്നത്. കാര്യം ഞാൻ ആ മുറിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കയറാൻ നേരത്താണ് ഇത്രയും പൊടിയും വലയും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫാൻ തൂത്തപ്പോൾ മഴവെള്ളം വീഴുന്ന പോലെ ഫാനിനകത്തുനിന്ന് പൊടി വീണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നത് അവിടെയാണ്. ഞാൻ നല്ലപോലെ തുമ്മലും ചീറ്റലും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ എന്തായാലും അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ വന്നപ്പോൾ ഫാനിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതുവരെ മാസ്ക് കെട്ടിയില്ല. അപ്പോൾ ഫാനിൻ്റെ ആ പൊടി തുടയ്ക്കുമ്പോൾ മൊത്തവും ആയി കഴിഞ്ഞാൽ പിന്നെ തുമ്മലാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതങ്ങ് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്തു. അല്ലാതെ വേറെ അതിനകത്ത് വലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതെല്ലാം ക്ലീൻ ആക്കിയിട്ടിരുന്നായിരുന്നു. അതുപോലെ ആ അലമാരയുടെ മുകളിൽ പാല് കാച്ച് കഴിഞ്ഞ സമയത്ത് എന്തൊക്കെയോ പറക്കി വെച്ചിരുന്നു. അതിനകത്ത് ബാഗോ ചാക്കോ ഏതാണ്ടൊക്കെ പറക്കി എൻ്റെ മേളിൽ വെച്ചിരുന്നു.
അത് എനിക്ക് തോന്നുന്നു അലമാര പറക്കി വെച്ച സമയത്തെങ്ങാനും എൻ്റെ ഹസ്ബൻഡ് എടുത്ത് വെച്ചായിരിക്കും എന്തോ. അതിനകത്ത് ഒത്തിരി ചാക്കുകളും സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ചിരുന്നു. ഞാൻ വിചാരിച്ചു എന്തിനാ അതിനകത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അതെല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അതെല്ലാം പിന്നെ ഒന്ന് അടിച്ചിട്ടതിന് ശേഷം ഞാൻ പിന്നെ അവിടെ തറയെല്ലാം ഒന്ന് തൂത്ത്. ഇത് സംഭവം രാവിലെ തൂത്ത് കഴിഞ്ഞാൽ ഇത്രയും പൊടി വരത്തില്ലായിരുന്നു. ഞാൻ രാവിലെ തൂത്തിട്ടിട്ടൊക്കെയാണ് ഞാൻ അമ്പലത്തിൽ പോയെങ്കിൽ ഇത്രയും പൊടി വരത്തില്ലായിരുന്നു. ഇത് രാവിലെ ഞാൻ തൂക്കിയ വാരിയൊന്നും ചെയ്തില്ലല്ലോ. എന്തായാലും ഇന്ന് ക്ലീൻ ചെയ്യല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ അത്രേ ചെയ്തോളൂ. അപ്പോൾ ബാക്കിയും കൂടി നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഇനി നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാം. ഇപ്പോൾ പിള്ളേരെ എല്ലാവരെയും ട്യൂഷനും ഉണ്ടാക്കി. ഞാൻ അവിടെ വെച്ച് പോർഷനിൽ സൗണ്ട് നിർത്തിയത് ആ സമയത്ത് ഞാൻ കിടന്ന് അലയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ. അമ്മരത്ത് കുളിക്കാനും ബുക്ക് എടുത്ത് വെക്കാനും ഒക്കെ അലയ്ക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ആ സൗണ്ട് ഓഫ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അവരെ ട്യൂഷനും ഉണ്ടാക്കിയതിന് ശേഷം വന്നാണ് ഞാൻ പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെറ്റി എല്ലാം അങ്ങ് നേരെ തന്നെ പിടിച്ചിടുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. തുടച്ചത് നമ്മുടെ ഈ പറയുന്ന കണക്ക് തന്നെ കർപ്പൂരവും ആ ലോഷനും അതേപോലെ നമ്മുടെ പുൽത്തൈലവും അതിത്രയും കൂടി ഇട്ടാണ് ഞാൻ ആ വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ ഇത്രയും തുടച്ചെടുക്കുന്നത്. ഒരു പല്ലിയോ പാറ്റയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പാറ്റയില്ല പല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടേന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. എന്നാലും ഒരു വിധത്തിലുള്ള അങ്ങനെ പോകത്തൊന്നുമില്ല. എങ്കിലും ഒരുവിധം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ടിട്ട് അപ്പം ഈ സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ കർട്ടൻ്റെ തുണികളെല്ലാം ഉണങ്ങിയത് ഞാൻ കൊണ്ടുവന്ന് മുറിയിലിട്ടിരുന്നു കേട്ടോ. അത് ബെഡ്റൂം വൃത്തിയാക്കുമ്പോൾ അതിൽ കട്ടിലിൽ അതുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാനതെല്ലാം പറക്കിയിട്ടിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം മഴ പെയ്ത സമയത്ത് അതെല്ലാം ഒന്ന് ഉണങ്ങിയായിരുന്നു. അതുകൊണ്ട് മഴ പെയ്ത സമയത്ത് ഞാൻ അതെല്ലാം ഇനി പറക്കി അകത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ കർട്ടനെടുത്ത് തിരിച്ച് ഇടാൻ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി.
അപ്പോൾ ബെഡ്റൂം ഒന്നും തുടയ്ക്കുന്ന വീഡിയോയിൽ പെട്ടിട്ടില്ല. വീഡിയോയിൽ മറന്നുപോയതായിരിക്കാം, എന്തോ എനിക്കറിയില്ല. ഞാൻ ഇതെല്ലാം എഡിറ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇതൊന്നും ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ അവിടെയെല്ലാം ഞാൻ തുടച്ചായിരുന്നു കേട്ടോ. എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ പോയി ഒന്ന് കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് പിന്നെ ഞാൻ കർട്ടനെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അപ്പുറത്തെ മുറിയിലെ കർട്ടൻ ഞാൻ ഫിറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ വന്ന് നമ്മുടെ ബെഡ്റൂമിലെ കർട്ടനും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. ഇതിച്ചിരി പരിപാടി ഉള്ള കാര്യമാണ് ഈ കർട്ടൻ ഫിറ്റ് ചെയ്യുന്നത്. അത് അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഫിറ്റ് ചെയ്ത് പോകും. നമുക്ക് ആ ഒരു ലെവലിൽ വരാൻ നമ്മൾ 2-3 വട്ടം വെച്ച് നോക്കി ഒക്കെയാണ്. എന്തായാലും ഒരുവിധം കർട്ടനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ ഹാളിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. മറ്റേ തുണി TV-യുടെ അവിടെയുള്ള തുണി ഞാൻ ഇട്ടില്ല കേട്ടോ, അത് മോൻ വന്നാലേ ഇടാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.